മലയാളത്തിലെ പ്രമുഖ മാപ്രയായ മനോരമ ആഴ്ചയിൽ ഒരു സർവേ നടത്താറുണ്ട്. ആ സർവേ ഫലം പുറത്തേക്ക് അവർ തന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധിച്ച് നരേന്ദ്രമോദിക്ക് ജനങ്ങൾ, അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ആ സ്വാധീനം അത്രത്തോളമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വക്രീകരിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. പട്ടിക തിരിച്ച് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതിനവർ വളരെ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പ്രകടനം എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യത്തിന് ആളുകൾ പലതരത്തിലുള്ള ഉത്തരമായിരിക്കും കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, ശരാശരിക്ക് മുകളിൽ എന്ന് മലയാളികളിൽ 50% ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വെക്കുക, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. പക്ഷേ ഇവർ കൊടുക്കുന്ന പട്ടിക അത് ഇങ്ങനെയായിരിക്കും. അതായത് നല്ലത് അഥവാ മികച്ചത് 31% എന്നതും ശരാശരി എന്നത് 19% രണ്ട് പട്ടികയായിട്ട് കാണിക്കും. അപ്പോൾ ഈ 31% എന്നതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയായിരിക്കും ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ബാക്കി 69% അദ്ദേഹത്തിനെതിരായിരിക്കും എന്നാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. 31% നല്ലതെന്നും മികച്ചതെന്നും 19% ശരാശരി എന്നും. അപ്പോഴും അവിടെ നെഗറ്റീവല്ല, പോസിറ്റീവാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 50% വന്നു. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. മോശം എന്നതിൽ 45.1% മാത്രമാണ് വരുന്നത്. അഭിപ്രായമില്ല എന്നതും 4.6% എന്നതാണ് വരുന്നത്. രണ്ടും കൂടെ ചേർന്നാലും 50% വരുന്നില്ല. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭരണം നല്ലതാണ് അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലാണ് എന്ന് പറയുന്ന 50% മലയാളികൾ ഇവിടെയുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ BJP ഇതുവരെ നേടിയെടുത്തിട്ടുള്ള വോട്ട് എന്നത് പരമാവധി 20%. ആ 20%-ൽ സംഖ്യകളായിട്ടുള്ളവർക്ക് പോലും അവരിൽ ചെറിയൊരു ശതമാനത്തിന് മോദിയേക്കാൾ കൂടുതൽ അവർക്കിഷ്ടം യോഗിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതേപോലെ തന്നെ അമിത്ഷായെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ സർവേയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മോദിക്ക് തന്നെ മുഴുവൻ വോട്ടും മാർക്കും കിട്ടണമെന്നില്ല. യോഗിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അമിത്ഷായെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നിട്ടും ഈ 19% കടന്ന് അത് 31-ലേക്ക് പോയിരിക്കുന്നു. 31% ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനം മികച്ചതാണ് എന്ന് പറയുമ്പോൾ അതിൽ നിഷ്പക്ഷരായിട്ടുള്ളവരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും ഒരുപക്ഷെ കോൺഗ്രസ്സുകാരും വരെ കാണും. അങ്ങനെയാണ് അത് ആ അക്കത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ടല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റേത് സംസ്ഥാനത്തെ എടുത്തു വെച്ചാലും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതാണ് എന്ന് വിലയിരുത്തുന്നു. എന്നിട്ടും ഇത് സത്യമായിട്ട് പറയാൻ അവർ തയ്യാറാവുന്നില്ല. ഇങ്ങനെ പട്ടിക തിരിച്ചു പറയുന്നു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി അവർ ഈ പട്ടികയിലേക്ക് വെക്കുമ്പോഴും മോദിയാണോ രാഹുലിനാണോ കൂടുതൽ ജനസമ്മതി എന്ന ഒരു കോളം വരുമ്പോഴും 29% ആളുകൾ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ അപ്പുറത്ത് 60% പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ അവർക്ക് വളരെ കഷ്ടപ്പെട്ട് കാണിക്കേണ്ടി വരുന്നു. ഓർക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 18 സീറ്റും പിടിച്ചതാണ് UDF. അങ്ങനെ നോക്കുമ്പോൾ 80% മിനിമം വോട്ട് കിട്ടേണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക്. അതിവിടെ ഉണ്ടാവുന്നില്ല. ആ ഇടത്തേക്ക് കൂടിയാണ് നരേന്ദ്രമോദി വളർന്നു നിൽക്കുന്നത് എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയത്തിനുപരിയായിട്ട് പോലും നരേന്ദ്രമോദി എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ, രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പക്ഷേ അത് സത്യമായിട്ട് പറയാൻ മലയാള മനോരമയെ പോലൊരു മാപ്രയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രഭുത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കള്ളി തിരിച്ച് കോളം തിരിച്ച്, അല്ലെങ്കിൽ പട്ടിക തിരിച്ച് ഇങ്ങനെ ഉടായ്പ പരിപാടിയായിട്ട് വരുന്നത്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 50%-ഓളം ആളുകൾ അദ്ദേഹത്തെ ഇവിടെ അംഗീകരിക്കുന്നു. ഇനി മോദിക്കാണോ രാഹുൽ ഗാന്ധിക്കാണോ ഇവിടെ ജനങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എന്ന പട്ടികയിലേക്ക് വരുമ്പോഴും 80% കിട്ടേണ്ട രാഹുൽ ഗാന്ധി അതിൻ്റെ പകുതിക്ക് മാത്രം എത്തി നിൽക്കുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ 19% മാത്രം കിട്ടേണ്ട നരേന്ദ്രമോദി അതും കടന്ന് 10% കൂടി നിൽക്കുന്നു. അത് പലപ്പോഴും അതും 10%-ന് മുകളിൽ 30%-ന് മുകളിലേക്കൊക്കെ പോകുന്ന കാഴ്ചയും കാണുന്നു. അവരെങ്ങനെ നോക്കിയിട്ടും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ ജനങ്ങളിലുള്ള സ്വാധീനമോ കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പട്ടിക തിരിച്ച് ഉടായ്പ പരിപാടിയുമായിട്ടാണ് ഓരോ ആഴ്ചയിലും മനോരമ വരുന്നത്. പക്ഷേ പതുക്കെ ആണെങ്കിലും പ്രഭുത്വർക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്.